ഇന്ന് 14-ാം തീയതി. നാളെ 15-ാം തീയതി 3 മണിയാകുമ്പോഴാണ് SLCയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. പിന്നെ കുഴപ്പമില്ല, മോങ്കുട്ടിനെ കൂളാക്കി നിർത്തിയിട്ടുണ്ട്. മോങ്കുട്ടിന് അപ്പുറത്തെ അമ്മാമ്മച്ചിയുടെ അടുക്കൽ മോങ്കുട്ടിന് നല്ല ടെൻഷനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ 10ലെ ഞാൻ 10ൽ എഴുതിയപ്പോൾ എനിക്ക് ഇത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാരൽ കോളേജ് ഉണ്ടായിരുന്നു. അവിടെയാണ് റിസൾട്ടൊക്കെ വരുന്നത്. ഞാനും മാമയും കൂടെ പോയി റിസൾട്ട് നോക്കിയിട്ട് വന്നു. അന്ന് മാർക്ക് അറിഞ്ഞോ അതെനിക്ക് ഓർമ്മയില്ല. പക്ഷേ റിസൾട്ട് 2nd ക്ലാസ് അങ്ങനെ അറിഞ്ഞു. അന്ന് എനിക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. നാളെ റിസൾട്ട് വരുന്നത് വലിയ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നു റിസൾട്ട് നോക്കി, ഞാൻ തന്നെ കയറി നോക്കി. അപ്പം അവർ 2nd ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ എനിക്കിപ്പം ഈ മോങ്കുട്ടിൻ്റെ റിസൾട്ടാകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എന്താകും, എങ്ങനെയാകും? കാരണം ഡൽഹിയിലാണ് പഠിച്ചത്. 4ാം ക്ലാസ് 4th 5th വരെ ഡൽഹിയിലായിരുന്നു. പിന്നെ 5th ഒരു പകുതി മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ള ജേർണി ആയിരുന്നു. ഇന്ന് വരെ അല്ല. അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പം ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിൻ്റെ പകുതി മുതൽ ഞാനും മോങ്കുട്ടനും തന്നെയായി ഞങ്ങളുടെ. പിന്നെ നാട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭാഷ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഈ സമയത്ത് അതൊക്കെ ഓർക്കണം. മലയാളത്തിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ അത് പഠിച്ചെടുക്കാൻ വേണ്ടി കുറേ അധികം സ്ട്രഗിൾ ചെയ്തു. മലയാളം എഴുതാനും വായിക്കാനും. എഴുതാനൊക്കെ കുറച്ചൊക്കെ അറിയാമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. എന്നാലും അങ്ങനെ തോറ്റു പോയിട്ടൊന്നുമില്ല. മോങ്കുട്ടൻ വരുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് തോറ്റു പോയിട്ടൊന്നുമില്ല. അയ്യോ, അപ്പം ഞങ്ങളിങ്ങനെ തോറ്റൊന്നും പോയിട്ടില്ലായിരുന്നു. ഇപ്പം 10th വരെ ആയപ്പോഴും പരീക്ഷയ്ക്കൊന്നും തോറ്റിട്ടില്ല. പക്ഷേ ഇനിയത്തെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. എന്താണേലും ഞങ്ങൾ നേരിടും, അല്ലേ പൊന്നു? അതെ, എന്താണേലും ഞങ്ങൾ നേരിടും. പിന്നെ തലമുടി വെട്ടിക്കാൻ പോവാം. ഞാൻ മോങ്കുട്ടനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മോങ്കുട്ടൻ ഇങ്ങും വരുന്നില്ല. മോങ്കുട്ടന് പൊറോട്ടയും ചിക്കനും മതി എന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് നടക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ ഓർത്തു. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടും 10ാം ക്ലാസ്സിൻ്റെ ഞങ്ങളുടെ രണ്ടിൻ്റെ റിസൾട്ടാണ്. കാരണം പഠിപ്പിച്ച ഞാനും എഴുതിയ മോങ്കുട്ടനും ഞങ്ങളുടെ രണ്ടിൻ്റെ റിസൾട്ടാണിന്ന്. നാളെ എന്താണെങ്കിലും കുഴപ്പമില്ല, ജയിക്കും, അതറിയാം. പക്ഷേ എന്നാലും മാർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാർക്കും കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം അല്ലേ മോങ്കുട്ട, അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്ത് ഇവിടെ വരെ വന്നതല്ലേ. അപ്പം പിന്നെ ഇതൊന്നും കുഴപ്പമില്ല. അപ്പം ഈ സമയത്ത് അതൊക്കെ ഓർക്കണം. ഞാൻ 10th എഴുതിയതും ഞാൻ പഠിച്ചതും എൻ്റെ ചെറുപ്പവും ഒക്കെ ഓർക്കുന്നു. മോങ്കുട്ടൻ്റെ ടെൻഷൻ കാണുമ്പോൾ ഞാനന്ന് പറയും, ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. പക്ഷേ റിസൾട്ട് നോക്കാൻ ഞാൻ തന്നെ തുള്ളിക്കളിച്ചുകൊണ്ടാണ് പോയത്. അഡ്മിഷൻ,
ഇപ്പം എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ +1 അഡ്മിഷൻ എടുക്കാനിരിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ. കാരണം ഞാൻ ഒറ്റയ്ക്ക്, ആരുടെ ഹെൽപ്പില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. അതിലെനിക്ക് ഒത്തിരി പ്രൗഡുണ്ട്. അതെപ്പോഴും ഞാൻ ഇനിയിപ്പോൾ റിസൾട്ട് എങ്ങനെയാണേലും ആയിക്കോട്ടെ, ജയിക്കും അതിന്. അപ്പം അങ്ങനെ നാളെ 3 മണിയാകുമ്പോൾ മോങ്കുട്ടൻ്റെ 10th റിസൾട്ട് വരും.